ഓക്കെ നിത്യ, നമ്മുടെ അമൃത ടി വിയിലെ ആൾക്കാർക്ക് അല്ലെങ്കിൽ അമൃത ടി വി കാണുന്ന പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടമാണ് നിത്യേനെ. കാരണം നിത്യ ഒരിക്കലും വരില്ല അല്ലെങ്കിൽ നമ്മൾ കാണാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് ഷോസ്, അങ്ങനത്തെ ഒരു ഷോയിലാണ് വന്ന് അടിപൊളിയായിട്ട് തകർത്ത് ആങ്കറിങ് ചെയ്തത് ശ്രേഷ്ഠ ഭാരതം. എനിക്ക് തോന്നുന്നത് ഞാൻ ശ്രേഷ്ഠ ഭാരതം വന്നതിന് ശേഷം നന്നായിട്ട് മലയാളം പറയാൻ പഠിച്ചു. എന്ന് വെച്ചാൽ എനിക്ക് മലയാളം അറിയില്ല എന്നല്ല കേട്ടോ. ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് പൊതുവെ ഞങ്ങൾ പകുതിയെ പറയുള്ളൂ. അതെ, നിന്ന അങ്ങനെയൊക്കെ. അതിലേതൊന്നും നമ്മൾ ഒരിക്കലും അറിയില്ല. അതിലേ പോയി ഇലേ വന്നതേ അറിയുള്ളൂ. പിന്നെ അവൻ അവളൊന്നും അങ്ങനൊന്നും പറയില്ല, ഓനോള്. അപ്പൊ ഞാൻ ആ ഇതിൽ വന്നതുകൊണ്ട് ഞാൻ കറക്റ്റ് ആയിട്ട് മലയാളം പഠിച്ചു. ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്ത ഷോ ആയിരിക്കും അല്ലേ? വളരെ കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇരുന്നങ്ങോട്ട് കരയും സ്ക്രിപ്റ്റ് കാണുമ്പോ. എന്നിട്ട് ഞാനത് വായിച്ച് പഠിച്ച്. പിന്നെ രാഹുൽ ഈശ്വർ അവരൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവരൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചു. ഈ ശ്ലോകങ്ങളൊക്കെ പഠിക്കാൻ എത്ര സമയം എടുക്കും? ഞാൻ മേക്കപ്പ് ചെയ്യുന്നതിന് കൂടെ ഇതൊന്നും ഞാൻ ഇമ്പോർട്ടൻസേ കൊടുത്തിട്ടില്ല. ഞാൻ ഫുൾ അതായിരുന്നു പഠിക്കുക. പിന്നെ നന്നായി എഴുതും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ ഉള്ള എല്ലാവരും പറയുന്നതാണ് നിത്യ നന്നായിട്ട് കഥകൾ കവിതകളൊക്കെ എഴുതും. പക്ഷെ എന്നെ ചെറുപ്പത്തിലെ എന്റെ അച്ഛനും ഒക്കെ നിരുത്സാഹം, കഴിവൊക്കെ മുളയിലെ നുള്ളിക്കളഞ്ഞു. അവർക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ആരും എന്നെ അങ്ങോട്ട് പുഷ് ചെയ്തില്ല. ഓ മൈ ഗോഡ്, ഞാനെന്നുള്ള ഒരു കവി വളരാൻ അനുവദിച്ചില്ല അല്ലെ? ആ വിഷമമുണ്ട്. ഈ കവിതകളൊക്കെ ഇപ്പോഴും എഴുതാലോ, ആരും വളരാൻ അനുവദിച്ച് നമുക്ക് ഞാൻ എഴുതാറുണ്ട്, എഴുതാറുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? എന്നിട്ട് എന്റെ ഫ്രണ്ട്സിനൊക്കെ വിട്ടുകൊടുക്കും. അവരൊക്കെ ഓരോ സ്മൈലി അയക്കും. ഞാന് എന്റെ വാട്സപ്പിൽ തന്നെ എന്റെ കവിത എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. എന്റെ ഫ്രണ്ട്സ് പാവം അവരൊന്നും വായിക്കത്ത് പോലും ഇല്ല. പക്ഷെ ഡെയിലി നമ്മൾ കവിത അയച്ചു വിടും. അല്ല, ഈ കവിത എഴുതാനായിട്ട് എന്തെങ്കിലും രാവിലെ എണീക്കുമ്പോ എന്തെങ്കിലും കാണുന്ന കാര്യത്തെ കുറിച്ചിട്ടാണോ, അതോ നമ്മുടെ തലേ ദിവസത്തെ രാത്രിത്തെ നമ്മുടെ വിഷമം ചിന്തകൾ അങ്ങനെയൊക്കെ വെച്ചിട്ടാണോ കവിത എഴുതുന്നത്? അതേ ചുമ്മാ ഒരു കവിതയാണോ? അല്ല, സങ്കടം വരുമ്പോഴാണ് തോന്നുന്നത്. സങ്കടം വരുമ്പോഴാണ്. ലാസ്റ്റ് എന്താണ് ഒരു കവിത എഴുതി? ഒരു 4 വരി പറയാൻ പറ്റും ഓർമ്മയുണ്ടെങ്കിൽ? ഡെയിലി സങ്കടം വരുന്നോണ്ട് പിന്നെ ലാസ്റ്റ് സങ്കടം വന്നാന്ന് എനിക്ക് അറിയില്ല. എന്നാലും ഏതെങ്കിലും ഒരു സങ്കട കവിത അങ്ങനെ എനിക്കൊരു ഓർമ്മയിൽ വരുന്നില്ല. അപ്പൊ നിമിഷ കവിയാണ് ഞാൻ. നിമിഷ കവിയാണ്. അത് ശരി. ഇപ്പൊ സന്തോഷം, ഇപ്പൊ നമ്മളിങ്ങനെ സന്തോഷത്തിലിരിക്കുമ്പോ കവിത വരൂല? വരാം. ആലോചിച്ചാൽ വരും. ഈ ഡെയിലി വരുന്ന ഈ സങ്കടത്തിന് കവിത എഴുതുന്ന പോലെ നമുക്ക് സന്തോഷത്തിലും കവിത എഴുതുന്ന ഒരു അവസരം ഞാൻ ഇവിടെ തരാം. എപ്പോഴെങ്കിലും ഞാൻ പറയുമ്പോ ഒന്ന് മനസ്സിലൊന്ന് പ്ലാൻ ചെയ്തു. ഇവിടെ ഇപ്പൊ എന്തായാലും സങ്കടപ്പെടേണ്ട അവസ്ഥ വരില്ല എന്നാണ് എന്റെ. പക്ഷെ എനിക്ക് എന്റെ ഒരു സ്ഥായിയായ ഭാവം എന്ന് പറയുന്നത് സങ്കടമാണ്. ദുഃഖപുത്രിയാണ്. അല്ല, ഞാൻ കണ്ടാ അങ്ങനെ തോന്നുന്നില്ലല്ലോ. അല്ല, എന്റെ ഒരു സ്ഥായി ഭാവം, എനിക്ക് അങ്ങനത്തെ പാട്ടുകൾ കേൾക്കാനാണ് ഇഷ്ടം. ഞാൻ അങ്ങനെ ഒരു ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ദുഃഖപുത്രിയുടെ മുഖമുള്ളതുകൊണ്ടായിരിക്കോ പെട്ടെന്ന് ഇങ്ങനെ ഒരു സീരിയലിലേക്കൊക്കെ വന്ന് ആ സങ്കടം, ഒരുപാട് സങ്കടപ്പെട്ട ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ടി വന്നു സീരിയലിൽ അല്ലേ, സിനിമയെക്കാളും കൂടുതൽ. അത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. എന്നെ ഒരു വില്ലത്തെയൊക്കെ ആയിട്ട് കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിലൂടെ നോക്കുകയാണെങ്കിൽ കാണാം, നേരെ നോക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. അല്ലെ, ഒരാൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടല്ലേ അത്? ചിലപ്പോ ഈ ഒരു സ്ഥായിയായ ഭാവാതായത്. പറക്കും തളികയിലേക്ക് എങ്ങനെ എത്തിയത്? പറക്കും തളികയിലേക്ക് എനിക്ക് എൻ്റെ ഒരു ഫോട്ടോ കണ്ടിട്ട് മഞ്ജു വെച്ച് ദിലീപേട്ടനെ കാണിച്ചു കൊടുത്തിട്ട് ദിലീപേട്ടനാണ് എന്നെ വിളിച്ചത്. എനിക്ക് തോന്നുന്നു മനോരമ മംഗളം ആ മാഗസിനിലായിരുന്നു, ഗ്രഹലക്ഷ്മിയില്. അപ്പൊ അതിലേക്ക് വെറുതെ ഒരു ഫോട്ടോ വരാൻ എന്താ കാരണം? വെറുതെ ഇരിക്കുമ്പോൾ? അങ്ങനെയല്ല, ഞാൻ +1 പഠിക്കുന്ന സമയം. അപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വക്കീലുണ്ടായിരുന്നു അന്ന്. അപ്പൊ ആളെന്നെ കണ്ടിട്ട് ചോദിച്ചു, ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് മാഗസീനിൽ കൊടുത്തോട്ടേന്ന്. അപ്പൊ ഞാൻ എന്നാ വീട്ടിൽ ചോദിച്ചു നോക്കൂ പറഞ്ഞു. അങ്ങനെ പിന്നെ ആള് ഫോട്ടോഗ്രാഫർ ആയി കേട്ടോ. അങ്ങനെ ആള് വന്നിട്ട് ആള് ഫോട്ടോ എടുത്തിട്ട് മാഗസീനിൽ കൊടുത്തതായിരുന്നു. ഈ ഫോട്ടോ എടുത്തതിന് ശേഷം അയാൾ ഫോട്ടോഗ്രാഫർ ആയി. ഫോട്ടോ. മൈ ഗോഡ്. ഇനി നമുക്ക് ദിലീപേട്ടൻ്റെ കൂടെ അഭിനയിച്ചു, അതുപോലെ മണിച്ചേട്ടൻ്റെ കൂടെ ആ ഒരു കൺമഷിയിൽ ആ പാട്ടൊക്കെ ചെയ്യാൻ സാധിച്ചു. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു ഞാനും മണിച്ചേട്ടനെ എപ്പോഴും വഴക്കായിരുന്നു, എപ്പോഴും കച്ചറ. എന്തിനാന്നറിയില്ല. ഇപ്പൊ വെറുതെ എന്ത് പറഞ്ഞാലും മണിച്ചേട്ടനത് എനിക്കറിയില്ല. എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടമായിരുന്നു മണിച്ചേട്ടൻ്റെ ഈ പാട്ടും ഒക്കെ. പക്ഷെ പുള്ളിക്കാരനെ തോന്നുന്നു ഞാൻ എല്ലാം പറഞ്ഞ ആളെ കളിയാക്കുന്ന ഒരു ഫീൽ ആയിട്ടാ തോന്നുന്നു. അത് ശരി. അങ്ങനെ ഒരു ഇതായിരുന്നു എപ്പോഴും, അവസാനം വരെ. ലൈക്ക് ആളുടെ ഞങ്ങളൊരു ഓസ്ട്രേലിയൻ ഷോക്ക് പോയിരുന്നു. അപ്പൊ അപ്പോഴും ഞാൻ അറിയാണ്ട് മണിക്കിനാവിൻ ആ ഒരു പാട്ടല്ലേ, ആ പാട്ട് ഞാൻ അറിയാണ്ട് പാടുന്ന, പക്ഷെ എന്റെ ഓർമ്മയിലില്ല അത് മണി. അപ്പൊ എന്നോട് പറഞ്ഞു, കുറെ നേരമല്ലേ നീ എന്നെ കളിയാക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ആൾക്ക് ഒരിക്കലും എന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. തൊട്ടേനും പിടിച്ചതിനൊക്കെ പെണങ്ങ വഴക്കുണ്ടാക്കാതെ. അപ്പൊ ആ പാട്ട് 3 ദിവസം കൊണ്ടായിരിക്കും ഷൂട്ട് ചെയ്തത് അല്ലേ? ഒരു ദിവസമേ ഉള്ളൂ. ഈ ഒരു ദിവസം ഫുള്ള് വഴക്കായിരുന്നു എപ്പോഴും.